ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നത് എൻ്റെ ജീവിത അനുഭവമാണ്. ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് എൻ്റെ അനുഭവം. ഈ വീഡിയോ നിങ്ങളൊന്നും പൂർണ്ണമായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ ജീവിതത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിങ്ങനെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ എടുക്കാം. എന്താണ് എൻ്റെ ജീവിതമായിട്ട് ഒരു വീഡിയോ ആരോഗ്യ സംബന്ധമായിട്ട് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. വേറൊന്നുമല്ല, നമുക്ക് സാധാരണയായി എല്ലാ വർഷവും വരാറുള്ളതുപോലെ പനി, ജലദോഷം, കഫക്കെട്ട്, തുമ്മലെല്ലാം വരാറുണ്ടല്ലേ. അപ്പം നമ്മളെന്താ ചെയ്യുക? ആദ്യം പെട്ടെന്ന് ഡോക്ടറെ കാണിക്കും, ഓടിപ്പോകും. ഡോക്ടർ എന്ത് ചെയ്യും? ഇതിനും മറിച്ചിനൊക്കെ മരുന്ന് തരും. മരുന്ന് തന്നിട്ട് നമ്മളെ ആകെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദേ നോക്കൂ, ഒരു വിമാനം പോകുന്ന കണ്ടോ താഴെ? നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നല്ല, ഈ പനിയൊക്കെ വരും, സാധാരണയാണ്. പണ്ട് കാലങ്ങളിൽ പറയുന്ന കേൾക്കാം, പനി വർഷത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു തവണ വന്നു കഴിഞ്ഞാൽ പോകണം എന്നാണ് പറയാറ്, പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ജലദോഷമായാലും അതിനൊക്കെ അതിൻ്റേതായ മരുന്നുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും അറിയാം. പക്ഷേ ഇന്നത്തെ നമുക്ക് പുതിയ തലമുറക്ക് അറിയില്ല. പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്നുകൾ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, പറയാം. എന്നിരുന്നാലും എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. നമ്മൾ കാണിക്കന്നെ വേണം, അല്ലാതെ പഴയ കാലത്തെ ചികിത്സ രീതികൾ പറ്റത്തില്ല. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനും ശ്രമിക്കുക. പക്ഷേ നമ്മൾ തന്നെ ഈ ചെറിയ പനി, ജലദോഷം, കഫക്കെട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്ത് മാറ്റിയെടുക്കാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കില്ല. നമുക്കെല്ലാം എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യണം അല്ലേ, എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യണം. മരുന്ന് കഴിച്ച് ഭക്ഷണം കഴിക്കാതെ എല്ലാം മാറി വരണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹവും ചിന്തിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വന്തമായിട്ട് പ്രതിരോധിച്ച് അതിന് വേണ്ടുന്ന മാറ്റങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കണം. എന്താ ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാം. എനിക്ക് പനി വന്നു 2 ദിവസം മുന്നേ. നിങ്ങൾക്ക് മനസ്സിലായി കാണും, എൻ്റെ ശബ്ദം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ, സൗണ്ട്. അത് വേറൊന്നുമല്ല, കഫക്കെട്ടിൻ്റെയാണ്. എനിക്ക് 2 ദിവസം മുന്നേ പനി വന്നായിരുന്നു, നല്ല കടുത്ത പനിയായിരുന്നു. ഞാൻ ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പനിയുടെ മാത്രം ഗുളിക മേടിച്ച് 2 എണ്ണം മാത്രം കഴിച്ചിട്ടുള്ളൂ. കഴിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, കഴിച്ചു. പക്ഷേ അത് പിന്നെയും വിട്ടുമാറുന്നില്ല, പനി കൂടി വന്നു. ഞാൻ സ്വയം പ്രതിരോധത്തിൽ അങ്ങനെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാനെന്ത് ചെയ്തു? ആവി പിടിച്ചു നല്ലോണം. ഒരു പാനിയിൽ വെള്ളം എടുത്ത് ചൂടുവെള്ളം കാച്ചി അതിൻ്റെ അകത്ത് തുളസി ഇലയിട്ട് ഞാൻ 1.5 മണിക്കൂർ കൂടുമ്പം ഞാൻ ആവി നല്ലോണം പിടിച്ചു. ആവി പിടിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞ് കേൾക്കേണ്ടത് പറഞ്ഞ് മനസ്സിലായോ? 1.5 മണിക്കൂർ കൂടുമ്പോൾ ആവി പിടിച്ച് നല്ലോണം നമ്മളെ ഈ തലയോട്ടി ഭാഗം, നെറ്റി, തലേൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിന്നെ ഈ മുഖത്തിൻ്റെ ഈ 2 ഭാഗവും നല്ലോണം അതിനെ തട്ടിച്ച് ഒരു സൈഡിങ്ങനെ ആ പാനീൻ്റെ ആ സൈഡിലിങ്ങനെ മുഖം വെക്കും. കമ്പിളിപ്പതപ്പില്ലേ, കമ്പിളിപ്പതപ്പ്, അത് കംപ്ലീറ്റ് മൂടിയിട്ട് എൻ്റെ ആവി പിടിക്കും ഇങ്ങനെ ഈ സൈഡിൽ. അങ്ങനെ അത് ഏകദേശം നമുക്ക് ഏകദേശം സഹിക്കാൻ പറ്റുന്ന അത്ര സമയം വെക്കും. പിന്നെ ഇവിടെ വെക്കും, ഈ ഭാഗത്ത് വെക്കും, ഈ ഭാഗം, അങ്ങനെ ഈ ഭാഗം കംപ്ലീറ്റ് ഒരു അങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ കുറച്ച് സമയം അതിങ്ങനെ വെക്കും, ചൂടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ആക്കിയിട്ട് നമ്മളെ ഈ കഫം, ശരിക്കും പനി എന്ന് പറഞ്ഞാൽ അങ്ങ് വേർത്തങ്ങ് ഇല്ലാണ്ടാവും, ഉരുകിപ്പോകും. അതെൻ്റെ അനുഭവമാണ്. അത് മാറുകയും ചെയ്ത് പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടും. കഫത്തിൻ്റെ ആയാലും പനീൻ്റെ ആയാലും പെട്ടെന്ന് അത് എവിടെ പോയി എന്ന് നമുക്കറിയില്ല. അത് അതിനനുസരിച്ചിട്ട് പിടിക്കണം കേട്ടോ. ജസ്റ്റ് പുട്ടും പാനിയില്ലേ നമ്മുടെ സാധനം, കുടം, അതിൻ്റെ അകത്ത് വെള്ളം വെച്ച് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ മൂക്കിലേക്കൂടി മാത്രം വിളിച്ചുകൊണ്ട് കാര്യമില്ല. ഈ തലഭാഗം, ഈ മുഖത്തിൻ്റെ ഈ പകുതി ഭാഗവും നെറ്റിയെല്ലാം നല്ലവണ്ണം പിടിക്കണം.
ആവി പിടിക്കണം, നല്ലോണം പിടിക്കണം. ഇടക്കിടക്കേ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ, പനിയും കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യം. പക്ഷെ നമ്മൾ സ്വയം മാറ്റും. എൻ്റെ ആരോഗ്യം ഞാൻ തന്നെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് മാറും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഭൂരിഭാഗം മനുഷ്യരും എല്ലാവരും പെട്ടെന്ന് പനി കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേഗം ഓടിച്ചാടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ അത് ഇത് എല്ലാം കഴിക്കും, എന്നിട്ട് മലന്ന് കിടക്കും. ഭക്ഷണമെങ്കിൽ അതും കഴിക്കില്ല. പിന്നെ അതുകൂടാതെ നല്ലോണം ചൂടുവെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ചൂടുവെള്ളം നല്ലോണം ഇടയ്ക്കിടയ്ക്കേ അത് കുടിക്കണം. പിന്നെ നല്ല കുറച്ചായിട്ട് കഞ്ഞി അതും കുടിക്കണം. ഭക്ഷണം കഴിച്ചേ പറ്റും, അല്ലെങ്കിൽ പിന്നെ ക്ഷീണം കൂടുതലാവുകയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് അത് കുറച്ച് കഴിച്ചാൽ മതി. തരണം ചെയ്ത് നല്ലോണം ഇത് കഴിച്ചും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. അല്ലാതെ നമ്മൾ ഗുളിക നല്ലോണം കുഴിച്ച് മലന്ന് കടന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഇത് മാറട്ടെ അതുവരെ അങ്ങനെ കിടക്കുക എന്ന് വെച്ചാൽ ക്ഷീണം കൂടുതലും പല പ്രശ്നങ്ങളുണ്ടാകും. ഗുളികയും കഴിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ ഈ സൗണ്ട് വരുന്നത്, സൗണ്ട് ഒരു മാറ്റം ഉണ്ടാവും. സൗണ്ട് നാളെ ആകുമ്പോഴത്തേക്കെല്ലാം ക്ലിയർ ആവും. അതെങ്ങനെയാണ് നോർമലായി കഫത്തിൻ്റെ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം ക്ലിയറായി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നല്ലോണം ആവി പിടിക്കുക. തണുപ്പ് വരുന്നതെന്ന് കാണുമ്പോൾ മൂക്കൊലിപ്പോൾ കാര്യങ്ങൾ വരുന്നുണ്ട്, ആവി നല്ലോണം പിടിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പറഞ്ഞതുപോലെ തലേൻ്റെ ഈ 3 സൈഡും ഈ നെറ്റിയും ഈ മുഖത്തിൻ്റെ 2 സൈഡും നല്ലോണം ആവി പിടിച്ച് ഓരോ സൈഡും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്ന അപ്പുറം നമ്മൾ സഹിച്ച് അങ്ങനെ മാറ്റി മുഖം പിടിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താവും, ആവി പിടിച്ചതിൻ്റെ അതിൻ്റെ കയ്യിൽ വേർത്ത് തങ്ങി പോകും തനിയെ കുറച്ചായിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കൺട്രോൾ ചെയ്യാം. ഓക്കെ. അപ്പം ഈ ഒരു അറിവാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ അനുഭവമാണ്. ഞാൻ ഇംഗ്ലീഷ് മരുന്നിനെ കുറ്റപ്പെടുത്തുന്നതല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.